വനത്തിലേക്ക് കടക്ക. ആര് പറഞ്ഞു ഈ വനത്തിലേക്ക് കടക്കാൻ? നിന്നോടാരാ പറഞ്ഞ? നിന്നോടാരാ പറഞ്ഞ? നിന്നോടാരാ പറഞ്ഞ? നിന്നോടാരാ പറഞ്ഞ? അത് പറഞ്ഞു. ഉമ്മാക്കിയാണോ? കുട്ടിയോളെ പിടിച്ചു തിന്നുന്ന ഉമ്മാക്ക് എനിക്ക് വിശക്കുന്നു. ഞാനിപ്പോ ഓരോരുത്തരെയായി ഭക്ഷണമാക്കും. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. സമ്മതിച്ചു, ഞാൻ സന്യാസി തന്നെ, പ്രകൃതി സ്നേഹിയായ ഒരു സന്യാസി. അല്ല, എല്ലാവരും ഈ സന്ധ്യാസമയത്ത് ഈ ഘോര വനത്തിലേക്ക് അച്ഛനമ്മമാരെ ധിക്കരിച്ച് എന്തിനാ വന്നേ? മാമ്പഴം പെറുക്കാൻ, തേൻകനി പെറുക്കാൻ. ഈ കാട്ടിലൊക്കെ തേന്മാവുകളുണ്ട്. നിങ്ങൾ പോയി തേൻകനി പറിച്ചു തിന്നോളൂ. ശരി, ഞാൻ കുലുക്കി താഴേട്ട് തരാം. പക്ഷെ ഓടിച്ചെന്ന് എടുക്കരുത്. ഞാൻ പറയും, ഒന്ന് പറയുന്നതനുസരിക്കുക. ഞാൻ ക്രമത്തിൽ എണ്ണുമ്പോ ഓരോരുത്തരായി താളത്തിൽ വന്ന് ഓടിച്ചെന്ന് എടുക്കണം. പറയട്ടോ, 1 2 3 പറിക്കോളൂ. എന്നെ പറിക്ക എടുക്കണേ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ആരാ
ആരാ നിങ്ങൾക്ക് മാമ്പഴം കുലുക്കി താഴെയിട്ട് വന്നാൽ? ആ സന്യാസി കുലുക്കിയാൽ മാമ്പഴം സന്യാസിക്കേ കിട്ടൂ. നിങ്ങൾക്ക് മാമ്പഴം കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ കയറി പറിക്കണം. അയ്യോ, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മരത്ത് കയറി കൂടാന്ന്. അല്ലല്ലോ തേങ്ങട്ടിയാലൊന്നും മരത്ത് കയറില്ലല്ലോ. മാമ നിന്നെങ്കിൽ മരത്ത് കയറണം. ഞാൻ കയറാൻ പോവാ. നല്ല കുട്ടി, അധ്വാനത്തിന്റെ വില അറിയാൻ പറ്റിയ നിങ്ങൾ കയറി പറിച്ചാലേ ആ മാമ്പഴത്തിന് സ്വാദുണ്ടാകും. കയറി പറിച്ചോളൂ. അവർ കുലുക്കി താഴെ ഇടുന്ന മാമ്പഴം നീ എടുക്കാൻ പാടില്ല. നിനക്ക് വേണമെങ്കിൽ നീ തന്നെ കയറി പറിക്കണം. ഒരു മാറിക്ക്, ഒരു മാറിക്ക്. പെട്ടെന്ന് പെട്ടെന്ന് വേണം. നിനക്ക് നിന്റെ കൂട്ടുകാരെ രക്ഷിക്കണല്ലേ? നിന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. ഈ കാട്ടിൽ എവിടെയോ ഒരു ചെടിയുണ്ട്. വാനത്ത് നിന്ന് ഉതിർന്നു വീണ നക്ഷത്ര കുഞ്ഞുങ്ങളെ പോലെ ശോഭയാർന്ന ഒരു ചെടി. ആ ചെടി നീ പോയി പറിച്ചുകൊണ്ട. ഏയ്, ഞാൻ വരില്ല. നീ പോയാൽ മാത്രമേ നിന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ശരി, ഞാൻ പോവാ. കൂട്ടുകാരെ രക്ഷിക്കാതെ ഞാൻ എങ്ങനെ വീട്ടിൽ പോവാ? വേഗം പോകണം. ആ കുട്ടി സൂക്ഷിക്കണം. കല്ലും കുന്നും മലയും ഒക്കെ ഉള്ളതാ. സൂക്ഷിച്ചു പോകണം. കാലിൽ മുള്ളു നടക്കരുത്. തേൻകനി തിന്നാൻ പോയവരുടെ കഥ കേട്ടില്ലേ? മാമ്പഴം കൊണ്ട് മാഞ്ചോട് നിറഞ്ഞു നല്ല പഴുത്ത് നിറമാർന്ന മാമ്പഴം. പക്ഷേ ആ കനി തിന്നാൻ ആളില്ലെങ്കിലോ നോക്ക്, ഒരു കടങ്കഥ പോലെ ഇരുളും വെളിച്ചവും ചേർന്ന മിഥ്യാശില്പങ്ങൾ, അരക്ഷണം കൊണ്ട് മായുന്ന മായാജാലം. നിങ്ങളുടെയും എന്റെയും ജീവിതം ഒരു നാടകം പോലെ. ഇത് തന്നെയാണ് ആ ചെടി. വളരെ പെട്ടെന്ന് ഇതിന്റെ ഇലകൾ പിഴിഞ്ഞെടുത്ത് ഓരോരാളുടെയും മൂക്കിൽ മണപ്പിക്കും. പെട്ടെന്ന്. വേഗം. മോന്റെ ശരീരമാകെ മുറിഞ്ഞിരിക്കുന്നല്ലോ. ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഞാൻ കാടിന്റെ ഗീതം കേൾക്കുകയായിരുന്നു. അതെ, കാടിന്റെ ഗീതം. ഉണരുവിൻ മക്കളെ, കാടിനരുമ മക്കളെ, വസന്തമായി വിളക്കുമായി തൊഴുതുണർന്നെണീക്കുവിൻ. ഉണരുവിൻ മക്കളെ.
മക്കളെ ഇനി തേൻകന്ന് പറക്കിക്കൊള്ളൂ. ഇങ്ങനെ എല്ലാവരും പെറുക്കി അവരവരുടെ മടിയിൽ ഇട്ടാ പോരാ. ആ കുട്ടിക്ക് കൊടുക്കണം. നിങ്ങൾ ബോധം കെട്ട് വീണപ്പോ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത് അവനാണ്. എല്ലാവരും അവന് കൊടുക്ക്. അയ്യോ എന്തൊരു ഇരുട്ട്. നമുക്ക് വീട്ടിൽ പോകണ്ടേ? ഇന്ന് അമ്മയുടെ അടുത്ത് അടി ഉറപ്പാ. എന്റെ ചേച്ചിയെ വഴക്ക് പറയുന്നത് എന്നെ ഒന്നും പറയില്ല. ഞാനൊന്നും കണ്ടൂല. ഇവിടെ നടന്ന കഥയല്ലോ നമ്മുടെ വീട്ടിലവരോട് പറഞ്ഞു കൊടുക്കാം. ശരിയാ. നിങ്ങളുടെ അമ്മ വഴക്ക് പറയാതിരിക്കാൻ, അച്ഛൻ പിണങ്ങാതിരിക്കാൻ, അപ്പൂപ്പനും അമ്മൂമ്മയും വിഷമിക്കാതിരിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇരുട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടുകളിലേക്ക് പോകണം. ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങള് ഒരിക്കൽ കൂടി തേൻകനി തിന്നാൻ ഈ മരച്ചോട്ടിലേക്ക് വരണം. അല്ല, നിങ്ങൾ വന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ മക്കളെ അയച്ചാൽ മതി. എല്ലാവരും വീടുകളിലേക്ക് പോയിക്കൊള്ളൂ. കാട്ടിലുണ്ടൊരു തേന്മാവ്, ഉമ്മാക്കി കാത്തൊരു തേന്മാവ്, മാമ്പഴം കാണാൻ എന്തു രസം, തേൻകനി തായോ തേന്മാവ്. കാട്ടിലുണ്ടൊരു തേന്മാവ്, ഉമ്മാക്കി കാത്തൊരു. നമ്മുടെ കുട്ടികൾ മണ്ണിനെ സ്നേഹിക്കണം, പ്രകൃതിയെ സ്നേഹിക്കണം, ജീവജാലങ്ങളെ സ്നേഹിക്കണം. നല്ലൊരു അവധിക്കാലം, നല്ലൊരു മാമ്പഴക്കാലം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ നാടകം ഇവിടെ പൂർണ്ണമാകുകയാണ്.